ഇതൊരു CPM-ന്റെ ഒരു എന്താ പറയുക ഒരു ഡെസ്പറേഷനാണ്. അവർക്ക് ആദ്യമായിട്ടാണ് 45 കൊല്ലം കൊണ്ടിട്ട് ഇവിടെ MLA ഇല്ല, ജനങ്ങൾ തീരുമാനിച്ചു അവരുടെ MLA ആവശ്യമില്ല, കോർപ്പറേഷനിൽ അവർക്ക് ഭരിക്കാൻ അവസരം ജനങ്ങൾ കൊടുക്കുന്നില്ല. അപ്പോൾ അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിക്കാൻ അവരൊരു ഒരു പരിശ്രമം നടത്തുന്നു. പക്ഷെ ഇത് നോക്കൂ, ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു നാടകമാണ്. എങ്ങനെയെങ്കിലും 10 കൊല്ലം ഭരിച്ച CPM-ന്റെ വീഴ്ചയും അവരുടെ തെറ്റും അവരുടെ ഈ റെക്കോർഡെല്ലാം പുറത്തു വരുമ്പോൾ എങ്ങനെയെങ്കിലും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ, ജനങ്ങളുടെ ശ്രദ്ധ അല്ല, അവരുടെ പ്രവർത്തകരുടെ ശ്രദ്ധ തിരിക്കാനാണ് അവർ ഈ ഒരു എഫേർട്ട്. ഇതെല്ലാം ഇന്നത്തെ കാലത്ത് നടക്കില്ല. ഞാൻ ആദ്യം പറഞ്ഞതാണ്, ഇലക്ഷന് മുമ്പ് പറഞ്ഞതാണ്, ഇത് അവസാനത്തെ ഇലക്ഷനാണ് CPM-ന്റെ. ഇനി CPM-ന്റെ ഭരണശൈലിയോ CPM-ന്റെ ഐഡിയോളജിക്ക് സ്പേസ് ജനങ്ങൾ തന്നെ തീരുമാനിച്ചു, ഇനി ആവശ്യമില്ലാന്ന്. പിന്നെ ഈ ധവളപത്രം സർക്കാർ മുമ്പോട്ട് വയ്ക്കുമ്പോൾ 10 കൊല്ലം ഭരിച്ച് എല്ലാം ശരിയാവുന്നു ഭരിച്ച CPM-ന്റെ എന്തായിരുന്നു ശരിക്കും പെർഫോമൻസ് എന്ന് എല്ലാവർക്കും ഇപ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഇതിൽ എനിക്കൊരു അഭിപ്രായമുണ്ട്. അത് ഞാൻ ഇവിടെയും പറഞ്ഞു, ഇന്നും പറയുന്നു. ഒരു വശത്ത് തൂഫാൻ എന്നും പറഞ്ഞ് ലഹരിൻ്റെ എതിരെ സർക്കാർ ഒരു നാടകം നടത്തുന്നു. ഓക്കെ, അത് സിൻസിയർ ആണെങ്കിൽ സിൻസിയർ ആവട്ടെ. പക്ഷെ മറുവശത്ത് ഈ ആൽക്കഹോളും മദ്യമത്തിൻ്റെ വില കമ്മിയാക്കി യൂത്തിന് അതൊരു മാർഗമായിട്ട് കാണിക്കുന്ന ഒരു രീതിയിൽ ഞാൻ കാണുന്നത്, വലിയൊരു രാഷ്ട്രീയ വിദ്വാനല്ല, എൻ്റെ സാമാന്യ ബുദ്ധിയോട് കാണുന്നത്, ഇവിടെ തൂഫാൻ എന്നും പറഞ്ഞു, അവിടെ അവർ ഈ ആൽക്കഹോളും ബക്കാടിയും എല്ലാം വില കമ്മിയാക്കി കുട്ടികൾക്ക് കൊടുക്കുന്നു. അപ്പോൾ അവർ തീരുമാനിക്കണം എന്താണ് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. കുട്ടികൾക്ക് ഒരു നല്ല ഭാവി സൃഷ്ടിക്കാനാണോ, ലഹരിയിൽ നിന്ന് മാറ്റി മദ്യമം അങ്ങനെ കൊണ്ടുപോകാനാണോ? അവർ തീരുമാനിക്കട്ടെ, അത് കൃത്യമായി പറയട്ടെ. മുഖ്യമന്ത്രി ഒരു കാര്യം പറയുന്നു, ആഭ്യന്തരമന്ത്രി ഒരു കാര്യം പറയുന്നു. എനിക്കൊരു അഭിപ്രായമുണ്ട്, കുട്ടികളെ, നമ്മളെ യൂത്ത്, പുതിയ തലമുറയെ തൂഫാനാക്കി മാറ്റുകയാണ് ഈ സർക്കാർ. നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്തോളൂ. ഞാൻ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഒരു വശത്ത് തൂഫാൻ എന്ന് പറഞ്ഞു, മറുവശത്ത് ഇതിൻ്റെ വില കമ്മിയാക്കുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾക്ക് എല്ലാവർക്കും സാമാന്യ ബുദ്ധി ഉണ്ടല്ലോ. എല്ലാ വീട്ടിലും അമ്മമാരും ഉണ്ട്, കുട്ടികളും ഉണ്ട്, അച്ഛന്മാരും ഉണ്ട്. അവർ കാണുന്നുണ്ടല്ലോ, മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ മെസ്സേജ്. എല്ലാ കുട്ടികളും ഇന്ന് ബക്കാടി ബ്രീസർ കുടിക്കണമെന്നാണോ ഒരു മെസ്സേജ്? ലഹരി വിട്ടിട്ട് പറട്ടെ, അത് മുഖ്യമന്ത്രി ക്ലാരിഫൈ ചെയ്യട്ടെ. ഇത് നോക്കൂ, ഇതിനെക്കുറിച്ച് കോൺഗ്രസ് എവിടെ പോകുന്നു? ഇത് ഞാൻ കുറച്ച് രാഷ്ട്രീയം പഠിച്ചൊരു വ്യക്തിയാണ്. ഇത് കർണാടകയിൽ എത്ര കൊല്ലമായി കോൺഗ്രസ് നടത്തുന്ന കാര്യമാണ്. ഈ ആൽക്കഹോൾ ലോബി എന്ന് പറയുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, കോൺഗ്രസും ആൽക്കഹോൾ ലോബി നിങ്ങൾ ചരിത്രം വായിച്ചോളൂ. ജാർഖണ്ഡിൻ്റെ പണ്ട് നരസിംഹറാവിൻ്റെ സമയത്ത് ഈ MPs-നെ ഡിഫെക്റ്റ് ചെയ്യാൻ ഫണ്ട് ചെയ്ത് ആരായിരുന്നു? ആൽക്കഹോൾ ലോബി ആയിരുന്നു. കോൺഗ്രസ് ചരിത്രത്തിൽ, രാഷ്ട്രീയ ചരിത്രത്തിൽ കോൺഗ്രസും ആൽക്കഹോൾ ലോബിയും തമ്മിൽ ഒരു വലിയ നീണ്ട ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അത് ഇന്നും ഉണ്ട് എന്നാണ് തെളിവാക്കുന്നത്. അല്ല, നമ്മൾ ഈ ഇലക്ഷൻ്റെ മുമ്പ് ഈ പ്രചരണം കേട്ടതാണ്. കോൺഗ്രസ് ആണ് അത് പ്രചരിപ്പിച്ചത്. ഞാൻ അന്ന് എന്നോട് ചോദിച്ചപ്പോൾ, മാധ്യമ സുഹൃത്ത് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, FCR ഒരു കമ്മ്യൂണിറ്റിയുടെ എതിരെയോ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടല്ല. FCR എന്ന് പറഞ്ഞാൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ആണ്. മണി ലോണ്ടറിങ്ങിൻ്റെ എതിരെ അവർ അമെൻമെൻറ്റ് സർക്കാർ സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവരുന്നു. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ഒരു നുണപ്രചരണം ചെയ്യുന്നത് ആർക്കും അനുവാദമില്ല. അത് ചിലവർ ചെയ്യുന്നു. സംശയം ഉണ്ടെങ്കിൽ CBCI ആണോ ആരാണെങ്കിലും അവർ ഗവൺമെൻറ്റിൻ്റെ ഒപ്പം ചർച്ച ചെയ്യുക, അവരുടെ ക്ലാരിഫിക്കേഷൻ ചോദിക്കുക. ആ ക്ലാരിഫിക്കേഷൻ ആഭ്യന്തര മന്ത്രാലയം തരും എന്നാണ് എൻ്റെ ഒരു കോൺഫിഡൻസ്. ഞാനത് ഇലക്ഷൻ്റെ സമയത്ത് ചോദിച്ചതല്ലേ, ഞാൻ പറഞ്ഞതല്ലേ. എന്നോട് ചോദിച്ചാൽ, എൻ്റെ സഹായം ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ അതിനു വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. അത് ആരാണെങ്കിലും, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണോ, ഹിന്ദു കമ്മ്യൂണിറ്റിയാണോ, മുസ്ലിം കമ്മ്യൂണിറ്റിയാണോ, അവർക്ക് FCR-നെ കുറിച്ച് എന്തെങ്കിലും ആശങ്ക ഉണ്ടെങ്കിൽ ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ തയ്യാറാണ്. അന്നും ചെയ്തു, ഇന്നും ചെയ്യാൻ തയ്യാറാണ്.